ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഴിയൊന്നുമില്ലാതെ തന്നെ നമ്മളെ സാധാ അടുപ്പത്തും ഗ്യാസും എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കുഴിമന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് 1 കിലോത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പരന്നൊരു ചെമ്പട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിയിൽ പരപ്പില്ലൊരു പാത്രം തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗ്യാസുമേ പിന്നെ അടുപ്പത്തൊക്കെ തീമൊക്കെ. അപ്പോൾ ഞാനിവിടെ അടുപ്പത്താണ് വെക്കണത് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു പരന്ന ചെമ്പട്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പരന്ന ചെമ്പട്ടിയിൽ ചിക്കൻ അല്ലാതെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നിങ്ങളെ കയ്യിൽ ഇതിലേറെ വലിയ കഷ്ണമാക്കിയിട്ടാണ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കത്തി കൊണ്ടൊന്ന് വാർന്ന് വെക്കട്ടോ. എന്നാലേ നമ്മളെ മസാലയൊക്കെ അതിന്മേൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം കളറ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ അധികമായിട്ട് കളറ് ചേർത്ത് കൊടുക്കണില്ല, അല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കളറ്. പിന്നെ നമ്മൾ മാംഗോ ക്യൂബ് കേട്ടോ. അപ്പോൾ ഒരു പെട്ടിയിൽ 2 ക്യൂബ് ഉണ്ടാവും. അത് രണ്ടും കൂടി കയ്യിലിട്ട് നല്ലോണം നിരണ്ടിക്കാണ്ട് ഞാൻ ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇനി ഉപ്പിടരുത് കേട്ടോ. ഉപ്പ് ഈ മാംഗോ ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് തിരുമ്പി ഈ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കട്ടോ. എന്നിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഇനി റെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ പാചകം ചെയ്യാം. പക്ഷേ റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതൊട്ടെ ഞാൻ വെള്ള മന്തി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ 1 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇനി മഞ്ഞ റൈസും ഉണ്ട്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ള മന്തി റൈസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കനും 1 വലിയ ഉള്ളി അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടി കേട്ടോ ചേർത്തതാണിത്. അപ്പോൾ ഇത് കുനുകുനേനെ അരിയ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചിക്കനിൽ കാണാൻ പറ്റില്ല, അത് വെന്ത് കഴിയുമ്പോൾ അതിലുടഞ്ഞു പോകും കേട്ടോ. പിന്നെ 2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊന്ന് അല്പം മുങ്ങിക്കിടക്കാൻ കണ്ടുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിയിൽ ചേർക്കണില്ല, അരിയിൽ ഓയിലൊന്നും അധികം ചേർക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കനിലേക്കും ഇതിലേക്കൊക്കെ ഉള്ള ഓയിൽ കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ മന്തി മസാലപ്പൊടിയാണ് കേട്ടോ. അല്പം മന്തി മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അല്പം ഉപ്പ് ചേർത്തത് എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിയും ഇതൊക്കെ ചേർത്തില്ല. അപ്പോൾ ആ മസാലയ്ക്ക് മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് മേങ്കിൽ തന്നെ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കണ്ടൊന്ന് ആവിക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആവി കടന്നുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാങ്ങി വെക്കാം. അപ്പോൾ അതൊട്ടെ റൈസ് വേവാൻ വേണ്ടിയാണ്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പും പട്ടയും ഏലക്കായും പിന്നെ കുരുമുളക് കേട്ടോ. കുരുമുളക് പൊടിക്കാത്ത കുരുമുളകും പിന്നെ ഞാൻ ഉണക്കനാരങ്ങ 2 പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് എന്താ വെച്ചാൽ നമ്മളെ വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഉപ്പും ആവശ്യത്തിനനുസരിച്ച് അല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ മസാലയിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യം ഉപ്പ്. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് റൈസ് കഴുകിക്കാണ്ട് ഇതിലേക്ക് ഇട്ടിട്ടോ. അപ്പോൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. തമ്മിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം മന്തി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതൊട്ട് നമ്മളെ മന്തി റൈസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ അധികം വെന്ത് പോയി ഉടയും വേണ്ട, അത്യാവശ്യം വെന്ത് കിട്ടും വേണം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വെന്തിട്ട് ഒന്ന് ഊറ്റിക്കാണ്ട് ചിക്കൻ്റെ മേലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ റൈസും ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് കഴുകിക്കാണ്ട് ഒന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് പൂത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുളകിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഒരു 5-6 മുളകിൻ്റെ ഇതും കൂടി നമുക്കവിടെ കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ കളറിന് മഞ്ഞൾപ്പൊടി അല്പം വെള്ളത്തിൽ കലക്കിക്കാണ്ട് അതൊന്ന് ഒറ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഫുഡ് കളറൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ച കളർ ആവശ്യമുള്ളവർ പിസ്തൻ്റെ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒറ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ പച്ച നിറം കൂടി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്ത ഇല്ല, അതുകൊണ്ട് ഞാനതൊന്നും ഒറ്റിച്ച് കൊടുക്കണില്ല കേട്ടോ. മഞ്ഞൾ ചുവപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നടുക്കൊക്കെ തീക്കണൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് തീക്കണൽ ഇട്ടിട്ട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ പുക വരും. അപ്പോൾ ആ പുക നമുക്ക് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ലൊരു മൂടി കൊണ്ട് ദമ്മിട്ടുകൊണ്ട് നമുക്ക് മൂടി വെച്ചെടുക്കട്ടോ. അപ്പോൾ ആ പുകച്ചോയും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കുഴിമന്തിൻ്റെ അതേ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊരു മൂടി വെച്ചിട്ട് നല്ലൊരു കനം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ കനലിൽ ഇട്ടുകൊണ്ടൊന്ന് ആവിക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഗ്യാസ് വേണമെന്നുണ്ടെങ്കിൽ ചെറു തീയിലൊന്ന് ആവി കൊള്ളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്താണ് കേട്ടോ, വിറകടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരമണിക്കൂറാണ് കേട്ടോ ദമ്മിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മളെ ഇതൊക്കെ ഒന്ന് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് പരന്ന ചെമ്പട്ടിയിൽ തന്നെ ചിക്കനും റൈസും കൂടി തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ ഇട്ടുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തിക്കായിട്ടാണ് ഇളക്കി യോജിപ്പിക്കാൻ കഴിയാത്തൊരു പാത്രത്തിലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.